ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും ഉപ്പുവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ ഇട്ട് വെക്കണം. കാരണം ഇപ്പോഴത്തെ പച്ചക്കറികളിലൊക്കെ കൂടുതൽ കീടനാശിനി പ്രയോഗം ഉള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു വലിയ ബൗൾ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ 2 ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളിയാണ്. കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ തക്കാളി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ സാലഡ് വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇത് കൂടുതൽ ഹെൽത്തിയാണ്. ദിവസം 1 കപ്പ് സാലഡ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രമേഹ രോഗികൾക്കും ഒക്കെ വളരെ നല്ലതാണ്, അമിതവണ്ണം ഉള്ളവർക്കൊക്കെ. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രക്തസമ്മർദ്ദം കുറക്കാനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറക്കാനൊക്കെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഉപ്പും കുരുമുളകും ലെമൺ ജ്യൂസൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്